വാർത്തകളിലേക്ക് കടക്കുന്നു. തങ്കയങ്കി ഘോഷയാത്ര ശബരിമല സന്നിധാനത്തെത്തി. തങ്കയങ്കി ധരിച്ച് സർവാഭരണ വിഭൂഷിതനായ അയ്യപ്പനെ കാണാൻ വലിയ തിരക്കാണ് സന്നിധാനത്ത്. വിവരങ്ങളുമായി നിതിൻ പ്രഭാകരൻ ചേരുന്നു. നിതിൻ, വലിയ തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെട്ടെങ്കിലും നടത്തിയ ക്രമീകരണങ്ങളെല്ലാം കൃത്യമായി ഫലം കണ്ടു. ഭക്തജനങ്ങളുടെ തിരക്ക് നിയന്ത്രിക്കാനെല്ലാം ദേവസ്വത്തിന് കഴിഞ്ഞു അല്ലേ? തീർച്ചയായും കാളിദാസ്, സുഗമമായ ദർശനം അയ്യപ്പ ഭക്തർക്ക് ലഭിക്കുന്നു എന്നത് തന്നെയാണ് സന്നിധാനത്തു നിന്നുള്ള ഏറ്റവും ആശ്വാസകരമായ കാര്യം. ഇപ്പോൾ ദീപാരാധനയ്ക്ക് ശേഷം തങ്കയങ്കി ചാർത്തി സർവാഭരണ വിഭൂഷിതനായ അയ്യപ്പനെ കാണാനുള്ള തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എങ്ങും ശരണമന്ത്രങ്ങളാൽ മുഖരിതമായ അന്തരീക്ഷം. ശരണം വിളിച്ചുകൊണ്ട് തങ്ങളുടെ ഇഷ്ടദേവന്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞും തങ്ങളുടെ സങ്കടങ്ങളും സന്തോഷങ്ങളും ദുഃഖങ്ങളും എല്ലാം അയ്യപ്പന്റെ മുന്നിൽ പങ്കുവെച്ച മനസ്സും ശരീരവും അയ്യപ്പനിൽ അർപ്പിച്ച തിരിങ്ങപടങ്ങുന്ന അയ്യപ്പ ഭക്തരുടെ ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും. 6:30 ദീപാരാധനാ സമയത്ത് തങ്കയങ്കി ഘോഷയാത്ര സന്നിധാനത്തേക്ക് എത്തുന്നത്. കൊടിമരച്ചുവട്ടിൽ ദേവസ്വം വകുപ്പ് മന്ത്രി വി.എൻ. വാസവൻ, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി.എസ്. പ്രശാന്ത്, ഉദ്യോഗസ്ഥർ തുടങ്ങിയ ദേവസ്വം ബോർഡ് അംഗങ്ങൾ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. അതിനുശേഷം സോപാനത്തേക്ക് എത്തിച്ച തങ്കയങ്കി പേടകത്തെ തന്ത്രിയുടെ കാർമ്മികത്വത്തിൽ ഏറ്റുവാങ്ങി. തുടർന്ന് അമ്പലത്തിനകത്ത് വിഗ്രഹത്തിൽ തങ്കയങ്കി ചാർത്തിയ ശേഷം ദീപാരാധന നടന്നു. ആ ദീപാരാധനയ്ക്ക് ശേഷമാണ് പൊതുജനങ്ങൾക്ക് അയ്യപ്പ ഭക്തർക്ക് അയ്യപ്പനെ ദർശിക്കാനുള്ള അവസരം ഉണ്ടായത്. തുടർന്ന് 18-ാം പടി കയറി വന്ന അയ്യപ്പ ഭക്തർ ഇപ്പോൾ തങ്കയങ്കി ചാർത്തി സർവാഭരണ വിഭൂഷിതനായ അയ്യപ്പനെ കണ്ട് ദർശനം നടത്തുകയാണ്. വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് ഈ അയ്യപ്പ വിഗ്രഹത്തിൽ ഈ തങ്കയങ്കി ചാർത്തുക. മണ്ഡലമാസ പൂജകൾക്ക് നാളെ സമാപനം കുറിക്കുകയാണ്. നാളെ ഉച്ചയ്ക്ക് 12-നും 12:30-നും ഇടയിലുള്ള മുഹൂർത്തത്തിലാണ് മണ്ഡലമാസ പൂജ നടക്കുക. നാളെ രാത്രി ഹരിവരാസനം പാടി നടയടയ്ക്കുന്നതോടുകൂടി 41 ദിവസം നീണ്ടുനിന്ന മണ്ഡലമാസ പൂജകൾക്ക് സമാപനം കുറിക്കുകയാണ്. മണ്ഡലമാസത്തിന് സമാപനം കുറിക്കുകയാണ്. കേരളത്തിലെ ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നായ ശബരിമല സന്നിധാനത്തേക്ക് ഇത്തവണ ഭക്തരുടെ ഒരു ഒഴുക്ക് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. വരുമാനത്തിലും ക്രമാതീതമായ വർധനം ഇത്തവണ ഉണ്ടായിട്ടുണ്ട്. എങ്ങും സുഗമമായ ദർശനം അയ്യപ്പ ഭക്തർക്ക് ഉറപ്പാക്കാൻ കഴിഞ്ഞു എന്നത് ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആശ്വാസകരമായ അല്ലെങ്കിൽ ഏറ്റവും സന്തോഷപ്രദമായ ഒരു കാര്യമാണ്. കൂടുതൽ നേരം മണിക്കൂറുകളോളം വരുന്ന ദർശനം നടത്തേണ്ട സാഹചര്യം ഇത്തവണ ഉണ്ടായിരുന്നില്ല. ഭക്തർക്ക് ഏറ്റവും എളുപ്പത്തിൽ ദർശനം നടത്തുന്ന രൂപത്തിൽ ക്രമീകരണങ്ങൾ ദേവസ്വം ബോർഡ് നടപ്പാക്കിയിരുന്നു. ആ ക്രമീകരണങ്ങൾ ഇക്കൊല്ലം ഫലവത്തായതും നമ്മൾക്ക് കാണാൻ കഴിഞ്ഞു. എന്തായാലും ഇപ്പോഴും ശബരിമല സന്നിധാനത്ത് അയ്യപ്പ ഭക്തരുടെ നീണ്ട നിര, നടപ്പന്തലിലും 18-ാം പടിക്ക് താഴെയുമടക്കം നീണ്ട നിരയാണ് കാണാൻ കഴിയുന്നത്. ഈ സന്ധ്യാനേരത്ത് തങ്ങളുടെ ഇഷ്ടദേവന്റെ മുന്നിൽ എത്തി പ്രാർത്ഥിക്കാൻ സർവാഭരണ വിഭൂഷിതനായ അയ്യപ്പനെ കാണാനുള്ള ഭാഗ്യം കൈവന്ന അയ്യപ്പ ഭക്തർ ആ അയ്യപ്പനെ കണ്ട് തൊഴുത് മലയിറങ്ങുന്ന അല്ലെങ്കിൽ അയ്യപ്പനെ കണ്ട് തൊഴുത് വഴിപാടുകൾ നടത്തി മലയിറങ്ങാൻ പോകുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. കാളിദാസ്, തീർച്ചയായും ഇതിന് എന്തായാലും ഇനി ഭക്തർ കാത്തിരിക്കുന്നത് നാളെ ആ ഒരു മണ്ഡല പൂജ കൂടി കണ്ടിട്ട് മലയിറങ്ങാൻ എന്നുള്ളൊരു പ്ലാൻ കൂടി പല ഭക്തർക്കും എന്തായാലും ഉണ്ടാവും. എന്തായാലും നാളെയും ഭക്തജന തിരക്കിൽ ഒരു നിയന്ത്രണം അല്ലെങ്കിൽ ഭക്തജനങ്ങളുടെ കാര്യത്തിൽ എണ്ണത്തിലൊരു നിയന്ത്രണം ഉണ്ട്. മറ്റ് സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായതെന്ന് തന്നെ കരുതുന്നു. തീർച്ചയായും നാളെ 60,000 ഭക്തർക്ക് മാത്രമാണ് ഇവിടേക്ക് പ്രവേശനം അനുവദിച്ചിരിക്കുന്നത്. വിർച്വൽ ക്യൂ വഴി 5,000 പേർക്ക് സ്പോട്ട് ബുക്കിംഗ് വഴിയും പ്രവേശനം അനുവദിച്ചിട്ടുണ്ട്. എന്നാൽ സന്നിധാനത്തെത്തുന്ന ആരെയും അയ്യപ്പനെ കാണാതെ തിരിച്ചയക്കില്ല എന്ന് ദേവസ്വം ബോർഡ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് എത്തുന്ന മുഴുവൻ ആളുകൾക്കും അവസാന അയ്യപ്പ ഭക്തനും അയ്യപ്പനെ കണ്ട് നടയടയ്ക്കുന്ന സമയത്തിന് മുമ്പ് എത്തുന്ന അവസാന അയ്യപ്പ ഭക്തനും അയ്യപ്പനെ കണ്ട് സായുജ്യമടങ്ങി തിരികെ മടങ്ങാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കങ്ങളും ദേവസ്വം ബോർഡ് പൂർത്തീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കാളിദാസ് പറഞ്ഞതുപോലെ മണ്ഡലമാസ പൂജയ്ക്കുള്ള ഒരുക്കങ്ങളും ഇവിടെ പൂർത്തീകരിച്ചു കഴിഞ്ഞു. നാളെ ഉച്ചയ്ക്ക് 12-നും 12:30-നും ഇടയിലുള്ള മുഹൂർത്തത്തിലാണ് മണ്ഡലമാസ പൂജ നടക്കുക. തന്ത്രിയുടെ കാർമ്മികത്വത്തിൽ മണ്ഡലമാസ പൂജ നടക്കും. ആ മണ്ഡലമാസ പൂജകൾക്ക് വിപുലമായ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥർ, IRB ഉൾപ്പെടെയുള്ള മറ്റ് സുരക്ഷാ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ സർവ്വ സുരക്ഷയും ഒരുക്കിയിട്ടുണ്ട്. സുഗമമായ ദർശനം, സുഗമമായ മണ്ഡല പൂജയ്ക്ക് ശേഷം അയ്യപ്പ ഭക്തർക്ക് സുഗമമായ ദർശനം ഉറപ്പുവരുത്തുക എന്ന് തന്നെയാണ് ദേവസ്വം ബോർഡ് ലക്ഷ്യമിടുന്നത്. അതിനുശേഷം നാളത്തെ മണ്ഡല പൂജ പൂർത്തിയാക്കി രാത്രി 10:50 ഹരിവരാസനം കാണും. 11 മണിയോടുകൂടി ശബരിമല നടയടയ്ക്കും.
അതോടുകൂടി 41 ദിവസം നീണ്ടുനിന്ന മണ്ഡല വിളക്ക് മഹോത്സവത്തിന് ശബരിമലയിൽ ഈ വർഷത്തെ മണ്ഡല വിളക്ക് മഹോത്സവത്തിന് ശബരിമല സന്നിധാനത്ത് പരിസമാപ്തി കുറിക്കുകയാണ്. വീണ്ടും ഈ മാസം 30-ന് ഡിസംബർ 30-ന് വൈകിട്ടാണ് നട തുറക്കുക. അത് മകരമാസ പൂജകൾക്ക് വേണ്ടിയുള്ള നട തുറപ്പ് ഈ മാസം 30-നാണ്. നാളെ നടയടയ്ക്കുന്നതോടുകൂടി 41 ദിവസം നീണ്ടുനിന്ന മണ്ഡലമാസ പൂജകൾക്ക് പരിസമാപ്തി കുറിക്കുകയാണ് കാളിദാസ്. ശരി നിതിൻ.